ഒരു ഹായ് പറഞ്ഞോ, വ്ളോഗാ. ഹലോ ഹായ്. ഹായ് പറ. ഹായ്. ഹായ് ഡിയേഴ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നെൻ്റെ വളക്കാപ്പിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വ്ളോഗിൽ. പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലിങ്ങനെ 7th മന്ത് ആകുമ്പോഴത്തേക്കുള്ള വളക്കാപ്പ് ഫംഗ്ഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ചക്കു ഒത്തിരി കാത്തിരുന്നതാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ വളക്കാപ്പ് എന്ന് പറയുന്നത്. മുമ്പൊക്കെ നമുക്ക് വയറ്റ് പൊങ്കാല എന്ന് പറഞ്ഞിട്ട് 7th മന്തിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊങ്കാല ഇടുക, പിന്നെ എല്ലാവരും വരിക, ഒരു ചെറിയ പലഹാരം കൊടുപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുക. പക്ഷേ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ എടുത്താലും എല്ലായിടത്തും വളക്കാപ്പാണ് അല്ലേ. പേളി മണിയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലൊക്കെ അറിഞ്ഞത് അതിന് ശേഷമായിരുന്നു. വളക്കാപ്പ് എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സെറിമണി ആണെങ്കിൽ പോലും ഇത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. എൻ്റെ ചേച്ചിയൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലും വളക്കാപ്പൊക്കെ ഉണ്ടായിരുന്നു, സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും മിക്കയിടത്തും വളക്കാപ്പൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് വരാം കേട്ടോ. ഇവിടെ പന്തൽ പണി നടക്കുകയാണ്. ചക്കുൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. പിന്നെ ഭയങ്കര ക്ലീനിങ്, അമ്മൂമ്മയൊക്കെ മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അമ്മൂമ്മയും ഉണ്ണിമോനും അമ്മയും മാമിയും എല്ലാവരും ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അമ്മ ഇവിടെ നിന്ന് ബ്ലൗസൊക്കെ എന്തൊക്കെയോ അഴിക്കാനുള്ളതൊക്കെ അഴിക്കുന്നു. ഞാൻ ആ ടൈം കൊണ്ട് സെറ്റ് സാരിയൊക്കെ അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പൊങ്കാലയ്ക്ക് സെറ്റ് സാരി കൊടുക്കുന്നപ്പോൾ അതൊക്കെ ഞാൻ അയൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് മയനാട്ട് എന്താ ഈ പരിപാടി നോക്കാം. ഞങ്ങളിങ്ങനെ നിൽക്കുന്ന നിപ്പിൽ ശരി നമുക്ക് മയനാട് എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം, അവിടെ എന്തായി നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കാണേ. ഇതാണ് നമ്മുടെ ഷെഫ് സുരിമാവൻ. അയ്യോ ജോലി തോർത്തുപിടിക്കാൻ ഇത് എൻ്റെ 7ാം മാസത്തെ ചടങ്ങാണല്ലോ. അപ്പോൾ 7ാം മാസത്തെ ചടങ്ങിന് 7 കൂട്ടം പലഹാരമായിട്ട് വരുന്നൊരു ചടങ്ങുണ്ട്. ഞാനിതിൻ്റെ മുൻപത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പലഹാരം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് നല്ല കറുത്ത അലുവ ഭയങ്കര ഇഷ്ടമാണ്. കറുത്ത അലുവ ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത ചെറിയ കട്ടിയായിട്ടുള്ള അലുവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അലുവ ഫസ്റ്റ് ഉണ്ടാക്കുകയാണ്. അമ്മ പറഞ്ഞു പെട്ടെന്ന് വാ, നമുക്ക് അലുവ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കേണ്ടതെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ അവിടെ ഇട്ട് ഉണ്ണിമോനെ അമ്മേനെയൊക്കെ ഏൽപ്പിച്ച് വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അലുവ ഉണ്ടാക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ കാണാം കേട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും പാട് ഉണ്ടാക്കാൻ അലുവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് റെഡിയായി കിട്ടാൻ കുറേ ടൈം എടുക്കും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ പിഴിയാണ് ഇവിടെ അളിയനും എല്ലാവരും കൂടെ ചേർന്നിട്ട്. അച്ഛൻ്റെ മോളെ മോനായിരിക്കും മോളായിരിക്കും പറയാ. ചെറുക്കനാണോ പെണ്ണാണോ? മസിൽ പിടിച്ച് തന്നെ ഇളക്കണേ. ഇതിലാരാ ചേരുവർത്ത? ഞാനാ ചെറുതല്ലേ അങ്ങനെ. ഇവിടെ അളിയനും ഉരുളിയും അതുപോലെ ചട്ടുകമായിട്ടുള്ള മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അളിയൻ ഒരു ക്യൂരിയോസിറ്റി കണ്ടിട്ട് കയറിയതാണ്. ശരി ഞാൻ തന്നെ ഇത് ഇളക്കി ശരിയാക്കി തരാം. അളിയൻ പിന്നെ കുഴഞ്ഞു. രാവിലെ എനിക്കൊന്നൊരു 10-11 മണിക്ക് തുടങ്ങിയ സംഭവം തീർന്നപ്പോൾ എങ്ങാണ്ട് 3 മണി 4 മണി ആയിട്ടുണ്ട്. അത്ര നേരം നിർത്താണ്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ അലുവ ഇവിടെ സെറ്റായിട്ടോ. ഇതിനി കോരി നമ്മുടെ ട്രെയിലേക്ക് മാറ്റുകയാണേ. സെറ്റാവാനായിട്ട് ട്രെയിലേക്ക് മാറ്റി. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖം. ചെയ്യുന്നവർക്ക് നല്ല പാടാണ്, പക്ഷെ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണേ. ഇതുണ്ടാക്കുന്നതിനിടയ്ക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തരും കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. ഇത് കുറച്ച് കട്ടിയുള്ള ഹൽവയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ഇല്ല, അതല്ല, ഇത് കുറച്ച് കട്ടിയുള്ള ഹൽവയാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചായക്കട കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ അമ്മയുടെ മോളുടെ സ്നേഹമൊക്കെ കാണാം. ഇവിടെ ലച്ചു ഇതുവരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം അമ്മ വാരി കൊടുക്കുകയാണ്. ഇവിടെ മാമനിവിടെ കേക്ക് ഉണ്ടാക്കുന്നു. നമ്മൾ ഈച്ചകളെ പോലെ ഇതുണ്ടാക്കുന്നതിന് ചുറ്റും ഇങ്ങനെ കൂടി ഇരിപ്പുണ്ട്. കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു ബഹളമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന്.
അപ്പോൾ ഇത് കുഴയ്ക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഇതെങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് ഞാനും കൂടെ കൂടാം, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞയുടെ വക കോൺട്രിബ്യൂഷൻ കുഞ്ഞയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കുഞ്ഞ് കുഴഞ്ഞു മാറിയിട്ടുണ്ട്. പിന്നെ മാമൻ തന്നെ ഇത് ഉരുട്ടി പരത്തിയൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് വെട്ടി കേക്ക് എന്നൊക്കെ അതിനെ പറയുന്നത്. നമ്മൾ എന്താണ് ഈ വൈറ്റ് ബംഗാളിക്ക് കിട്ടുന്ന സ്നാക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യൽ. സംഭവം സ്വീറ്റ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ഈച്ചകളുടെ ശല്യമുണ്ട്. ഞങ്ങളെല്ലാം ഒറിജിനൽ ഈച്ചകൾ. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ആ കറക്റ്റ് ഷേപ്പിലായതിനു ശേഷം സെൻറ്ററിലൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. എനിക്കിതൊക്കെ ഈ മൊമെൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂടുന്നതും ഓരോ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞാൽ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പലഹാരം ഉണ്ടാക്കാം, അപ്പോൾ എനിക്കിങ്ങനെ വരാം, വീഡിയോ എടുക്കാം, അത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ. വീടടുത്തായത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ. എൻ്റെയും ചക്കുവിൻ്റെയും വീടടുത്ത ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഒക്കെ അങ്ങോട്ട് ഓടിപ്പോവാം, ഇങ്ങോട്ട് ഓടിപ്പോവാം, അങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ വെട്ട് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വന്നേലേ വെറുതെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാഷ്നട്ട്സ് എടുത്ത് തന്നെ. അതിങ്ങനെ ഫുള്ളായിട്ടുണ്ടായിരുന്ന ക്യാഷ്നട്ട്സ് ആയിരുന്നു. അത് 2ആക്കി ഇടാനായിട്ട് പറഞ്ഞു എന്നോട്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മൾ സെറ്റായി, നമ്മുടെ ഹൽവയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു, ട്രെയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവർ പീസാക്കാൻ അളിയൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. പിന്നെ ജിലേബി വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ടാക്കി, എല്ലാത്തിനും ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെയ്യപ്പം ഉണ്ടാക്കി, അച്ചപ്പം ഉണ്ടാക്കി, പിന്നെ ബോളി ഉണ്ടാക്കി. ബോളിയുടെ ബോക്സ് പൊട്ടിക്കും നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തു. അങ്ങനെ 7 ടൈപ്പ് പലഹാരമായി. ഇനി നമ്മൾ പാക്കിങ്ങിലേക്ക് കടന്നേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് പാക്കിങ്. ഇങ്ങനെ ഓരോ കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ മത്സരിച്ച് പാക്കിങ് നടക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് നാളെ രാവിലത്തെ മുഹൂർത്തമാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച്. ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും ചക്കവും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട്, നമ്മൾ ലാസ്റ്റ് ടൈം ഷോപ്പിംഗ് എന്ന് പറയില്ലേ, ഇനി എന്തെങ്കിലും സാധനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിക്കുക. ഞങ്ങളിത് ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇടയ്ക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയത്. അപ്പോൾ കുറച്ച് ഇനി പൊങ്കാലിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ. കുറച്ച് അങ്ങോട്ടേക്ക് നടന്നപ്പോൾ തന്നെ ഞാൻ ടയേർഡായിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. ചക്കു എൻ്റെ മുന്നിലിരുന്ന് ഷേക്കൊക്കെ കാര്യമായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാൻസി ഷോപ്പിൽ കയറി ഹൈലൈറ്ററൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ. അപ്പോൾ നാളെ എന്തായാലും വളക്കാപ്പല്ലേ, അപ്പോൾ ഒന്ന് ഒരുങ്ങി അടിപൊളി ആകണമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പൂ മേടിക്കാനായിട്ട് നേരെ കൊല്ലത്തേക്ക് വിട്ടു. നമ്മളടുത്തെങ്ങും ചോദിച്ചിട്ട് എങ്ങും മുല്ലപ്പൂ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇച്ചിരി മുല്ലപ്പൂ കിട്ടാൻ പാടാമെന്ന് തോന്നുന്നു, സീസണായിരിക്കും. അങ്ങനെ ഞാൻ പപ്പ വിളിച്ച് ചോദിച്ചിട്ട് പപ്പയുടെ പരിചയത്തിലൊരിടത്ത് പോയി പൂവൊക്കെ മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറൊക്കെ ചക്കു മേടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചക്കുവിൻ്റെ വീട്ടിലെത്തി. ലാസ്റ്റ് എനിക്ക് ചക്കു മെഹന്തി ഇട്ട് തരാം, ടൈമില്ല എന്ന് പറഞ്ഞ് ഒരു ഡിസൈൻ കാണിച്ച് ആ ഡിസൈനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഡിസൈൻ ഇട്ട് ചക്കു എന്നെ അങ്ങ് പറ്റിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വളക്കാപ്പ് വ്ലോഗ് കാണാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും ടാറ്റാ.